Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Miss. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ് വെച്ചത് വായിച്ചു നോക്കാം. Okay. Quality indicators. Okay, next നോക്കാം ട്ടോ. എന്തൊക്കെയായിരുന്നു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? ഓക്കെ, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മള് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? വിഷ്വൽ ഉപയോഗിച്ചുകൊണ്ട്. വെരി ഗുഡ്. അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആകുമ്പോൾ എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു? ആ ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ? എന്തായിരുന്നു? സ്ട്രിപ്സ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അതുപോലെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ? ആംബ്യൂൾസിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ആംബ്യൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ക്വാളിറ്റി ചെക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. 4 സിസ്റ്റംസ് ആയിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. Clean for Data Exchange, Requisition System, Grocery System, and last one is Quota System. Okay, first one നോക്കാം, Clean for Data Exchange. നമുക്കറിയാം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് എന്താണ്? എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല് എന്താണ്? എക്സ്ചേഞ്ച് കൈമാറ്റം അല്ലെ? കൈമാറുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, a sterilized article is provided at the CSSD issue counter in exchange for a used one at any time. ഇവിടെ പറയുന്നത് ക്ലീൻ ഫോർ ഡേറ്റ് എക്സ്ചേഞ്ചിൽ എന്താ പറയുന്നത്? A sterilized article is provided at the CSSD issue counter in exchange for a used one at any time. അതായത് ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് ആണ് എവിടേക്ക് കൊണ്ടുവരുന്നത്? CSSDയിലോട്ട് കൊണ്ടുവരുന്നത് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിച്ചിട്ടുള്ള മലിനമായിട്ടുള്ള ഐറ്റംസ്, ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് ആണ് CSSDയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂ കൗണ്ടറിൽ നിന്ന് എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കൊണ്ട് പോകുന്നു. അതാണ് ക്ലീൻ ഫോർ ഡേറ്റ് എക്സ്ചേഞ്ചിൽ പറയുന്നത്. ഓക്കെ, ഒരു കൈമാറ്റമാണ് അല്ലെ? എന്താണ് ചെയ്യുന്നത് അവിടെ? ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ്, മലിനമായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ടതായിട്ടുള്ള അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. അവിടെ ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ് എടുത്ത് അപ്പോ കൊണ്ടുപോയി നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോ പാകമാകില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കും ഇല്ലേ? മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ്, മലിനമായിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ CSSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ്
വാങ്ങിക്കൊണ്ടു പോകുന്നു. ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അതാണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? റിക്വസിഷൻ സിസ്റ്റം. റിക്വസിഷൻ സിസ്റ്റം നോക്കാം. Articles needed are demanded by users on a daily or regular basis and gathered by them at the CSSD counter. ഓക്കെ, എന്താണ് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ച്, അവരുടെ നീഡ്സിനനുസരിച്ച് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിന്, യൂസേഴ്സ് എന്ന് പറഞ്ഞാല് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിലോ എന്ത് ചെയ്യുന്നുണ്ട്? CSSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനെയാണ് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഡെയിലി ഓർ റെഗുലർ ബേസിസ്. ഓക്കെ, മൊഡ്യൂൾ സെക്കൻഡ് ആണ് കേട്ടോ, മൊഡ്യൂൾ 2 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെ, അവരുടെ നീഡ്സിനനുസരിച്ച് യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എന്താണ് ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി ബേസിസിലോ റെഗുലർ ബേസിസിലോ CSSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾ, നീഡ്സ് അനുസരിച്ച് റെഗുലർ ബേസിസിലോ ഡെയിലി ബേസിസിലോ CSSDയിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് നമ്മൾ മുൻപ് പറഞ്ഞത് അല്ലെ, ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ വരാട്ടോ. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ സെന്റൻസ് തന്നെ വരാം. Sterilized articles is provided at the CSSD issue counter in exchange for a used one at any time. ഈ സിസ്റ്റം ആണ് ചോദിക്കാം. ഓക്കെ, അപ്പോ ആ എക്സ്ചേഞ്ച് ഉള്ളിടത്തുനിന്ന് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ അതാണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് ആണെന്ന്. അതുപോലെ തന്നെ റിക്വസിഷൻ സിസ്റ്റം ചോദിക്കുമ്പോൾ എന്താണ്? ഡെയിലി ബേസിസ് ഒരു റെഗുലർ ബേസിസിന്റെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? റിക്വസിഷൻ സിസ്റ്റം എന്ന്. ക്ലിയർ ആണോ രണ്ട് സിസ്റ്റംസും? ഇനി നെക്സ്റ്റ് ആണ് ഗ്രോസറി സിസ്റ്റം. എന്തായിരിക്കാം ഗ്രോസറി എന്ന് പറഞ്ഞാലും? എന്തായിരിക്കാം ഗ്രോസറി? നിങ്ങളുടെ വീട്ടിലൊക്കെ ഗ്രോസറി വാങ്ങിക്കാറില്ലേ? വാങ്ങിക്കാറുണ്ടോ? ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോ നമ്മൾക്ക് എന്താണ് ഒരു ദിവസം ഒരു മാസം നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രോസറി ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യും? ലിസ്റ്റ് ഇടും അല്ലെ, തീർന്ന ഐറ്റംസ് ഇന്നത് ഇത്ര കിലോ വേണം, ഇന്നത് അരി 5 കിലോ അല്ലെങ്കിൽ പഞ്ചസാര 3 കിലോ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ലിസ്റ്റ് എഴുതും അല്ലെ. ലിസ്റ്റ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ലിസ്റ്റ് പ്രകാരം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്തു തരും? ഇപ്പൊ വീട്ടിലൊന്നും ആരുമില്ലാത്ത ആളുകളാണെങ്കിൽ ആ ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് ഒന്ന് കൊടുത്ത് വിട്ട് കഴിഞ്ഞാല് ലിസ്റ്റ് പ്രകാരം സാധനങ്ങള് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരും ഇല്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ കടക്കാര് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അതുപോലെ തന്നെയാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാല്. ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. Each user's demand for a specific period are delivered at suitable intervals, regardless of whether the content have been used or not. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രോസറി ഐറ്റംസ് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്. നമ്മുടെ വീട്ടില് ചിലപ്പോ അപ്പൂപ്പന അമ്മൂമ്മയൊക്കെ ആയിരിക്കാം അവര് വീട്ടിൽ താമസിക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും? സാധനങ്ങൾ തീരുന്നതനുസരിച്ച് ലിസ്റ്റ് കടയില് കൊണ്ടുപോയി കൊടുക്കുന്നു, അവര് നമ്മൾക്ക് എത്തിച്ചു തരുന്നു. ഓക്കെ,
അപ്പോ അങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കി ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അതിനെയാണ് നമ്മള് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് അവര് ലിസ്റ്റ് ചെയ്യും. ഇന്ന സാധനങ്ങൾ വേണം, ഇന്ന എക്യുപ്മെന്റ്സുകൾ വേണം എന്ന് പറഞ്ഞ് അവരുടെ ആ ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൽസിൽ നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിളിലോട്ട് പോവാം. നമ്മള് കടക്കാരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഐറ്റംസും ലിസ്റ്റ് പ്രകാരം നമ്മളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കാറുണ്ടോ നമ്മളോട്, ഇതിനു മുമ്പ് തന്ന ഐറ്റംസ് തീർന്നോ ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കോ? നമ്മളിപ്പോ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവര് ചോദിക്കാറില്ല. കാരണം എന്താണ്, ആ ലിസ്റ്റ് പ്രകാരം നോക്കിയിട്ട് അവർക്ക് സാധനങ്ങൾ കൊടുക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് ഉള്ളത്, അല്ലെ? അപ്പോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇത് ചെയ്യുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവ് കൂടുമ്പോ സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിനു മുൻപ് തന്ന ഐറ്റംസ് ഉപയോഗിച്ചോ ഇല്ലയോ എന്നവര് അവിടെ നോക്കാറില്ല. മനസ്സിലായോ? അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്വാട്ട സിസ്റ്റം. ക്വാട്ട സിസ്റ്റം pre-arranged stock levels of different items for each user unit are maintained by delivery personnel from CSSD through frequent deliveries. ഇവിടെ പറയുന്നത് ഡെലിവറി പേഴ്സണൽസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഗസ്റ്റ് ചെയ്യാൻ പറ്റോ? അവിടെയുള്ള അല്ലെങ്കിൽ CSSD-യിലുള്ള ഡെലിവറി പേഴ്സണൽസ് എന്ന് പറയുന്നത് ആരെയാണ്? ആരെയായിരിക്കും? ആരെയാ പറയുന്നത് ഡെലിവറി പേഴ്സണൽസ് എന്ന്? ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകളെ പറയുന്നതാണ് ഡെലിവറി പേഴ്സണൽസ്. അപ്പൊ ഇവിടെ നോക്കാം, ഈ എന്താണ് പ്രീ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്. പ്രീ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പ്രീ അറേഞ്ച്ഡ് എന്തായിരിക്കാം മീനിങ് വരുന്നത്? വെരി ഗുഡ്. മുൻകൂട്ടി അറേഞ്ച് ചെയ്ത സ്റ്റോക്ക്, അതിനെയാണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെ? മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പല ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കിനെയാണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക്. എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പല ഐറ്റംസ് ഉണ്ടാവും, അത് ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകളെയാണ് നമ്മള് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏതൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് സ്റ്റോറേജ് ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങള് മുൻകൂട്ടി അവരിൽ നിന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അറേഞ്ച് ചെയ്ത സ്റ്റോക്കുകളിനെയാണ് നമ്മള് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഏതൊക്കെയാണ്, എന്താണ് നമ്മൾ പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏതൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് അല്ലെ? ആ ലിസ്റ്റ് പ്രകാരം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏതൊക്കെ ഐറ്റംസ് വേണം, അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റോറേജ് ഉണ്ട്, ഏതൊക്കെ ഐറ്റംസ് സ്റ്റോറേജ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി എന്ത് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് അറേഞ്ച്മെന്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ മുൻകൂട്ടി അറേഞ്ച്മെന്റ് ചെയ്ത സ്റ്റോക്ക്
അവിടെ ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകൾ മുഖേന ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും പതിവായിട്ട്, ഫ്രീക്വന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാല് പതിവായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള ഈ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഡെലിവറി സ്റ്റാഫുകൾ മുഖേന പതിവായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് CSV ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച്. സെക്കൻഡ് വൺ പറഞ്ഞത് റിക്വസിഷൻ സിസ്റ്റം. തേർഡ് വൺ പറഞ്ഞത് ഗ്ലോസറി സിസ്റ്റം. ലാസ്റ്റ് വൺ ക്വാട്ട സിസ്റ്റം. ഒന്ന് വായിച്ചു നോക്കിട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, 4 സിസ്റ്റംസും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണോ? 4 സിസ്റ്റംസും. ഓക്കെ, ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. മനസ്സിലായവരൊന്ന് പറഞ്ഞു കൊടുത്തേ. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ആരെങ്കിലും ഒരാള്. സൗപർണിക ഒന്ന് പറയാൻ പറ്റുമോ? Miss, clean for data exchange എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യപ്പെടുക എന്നാണ് അർത്ഥം. എന്തെന്ന് പറഞ്ഞാൽ അതായത് ഏത് ടൈമിലും അത് 2 പോയിന്റ് മനസ്സിലായില്ല മിസ്. 2 പോയിന്റ് മനസ്സിലായില്ല. ഏതാ മനസ്സിലാവാത്ത? മനസ്സിലായ ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായവരുണ്ടോ ക്ലാസ്സില്? ആർക്കും മനസ്സിലായിട്ടില്ല? പ്രീത നായർ. ഓക്കെ, ടീന ഒന്ന് പറയാൻ പറ്റുമോ? ഇഷ്ടം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, അവര് ലേറ്റ് ആയി പോയി. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോ CSV സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 4 സിസ്റ്റം ഉണ്ട്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. 4 സിസ്റ്റം ഉണ്ട്. അതായത് ഫസ്റ്റ് എന്താണ്? ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ആർക്കും മനസ്സിലായില്ലേ? മാം ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് ആണ് CSSDയിൽ കൊണ്ടുവരിക. ഓക്കെ, നിവേദ്യ പറഞ്ഞോളൂ. മാം ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് ആണ് CSSDയിൽ കൊണ്ടുവരിക. ആ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ റിസീവ് ചെയ്ത് വെക്കുന്നു. അതിനകത്ത് നിന്ന് CSSDയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏത് ഐറ്റംസ് ആയിരിക്കും? സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ആണ്. അതാണ് ക്ലീൻ ഫോർ ഡേറ്റ എക്സ്ചേഞ്ചിൽ പറയുന്നത്. ഇനി റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യം അനുസരിച്ച് ഡെയിലി ബേസിസിലോ റെഗുലർ ബേസിസിലോ CSSDയിൽ കളക്ട് ചെയ്യുന്നു. ഓക്കെ, CSSDയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അത്രയും കാര്യങ്ങളാണ് രണ്ടെണ്ണത്തിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു കാര്യം പറയാം, നിങ്ങള് ലേറ്റ് ആയി പോയി അല്ലെങ്കിൽ ഒന്നുകൂടിയും പറയൂന്നൊക്കെ പറഞ്ഞാല് മറ്റുള്ളവരുടെയും ടൈമും പോവുകയാണ്. അപ്പൊ കൃത്യസമയത്ത് ക്ലാസ്സിൽ കയറാൻ നോക്കാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. നമ്മള് എന്ത് കാര്യം പഠിക്കുമ്പോഴും എന്താണ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാറുണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പൊസിഷനിലുള്ള ഏരിയാസ് ആണ്. അവരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും ഗൈഡ് ലൈൻസ് ഒക്കെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം ഓരോ ഡിപ്പാർട്ട്മെന്റിനും പോവാനായിട്ട്. അതുപോലെ തന്നെ CSSDയിൽ കുറച്ച് കാര്യങ്ങള് അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൂടെ എങ്ങനെയാണ് അവർ പോകുന്നത്, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് monitoring. Work practice must be overseen. Written policies, procedures must be strictly followed by all persons responsible and accountable for sterilizing and disinfecting items and for handling sterilized supplies. ഇവിടെ പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ട് അല്ലെ അവിടുത്തെ തൊഴിൽ പരിശീലനം, വർക്ക് പ്രാക്ടീസ്, തൊഴിൽ പരിശീലനം കൃത്യമായിട്ട് ഓവർസീ ചെയ്യണം. ഓക്കെ, അതാരാണ് ഓവർസീ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. അതുപോലെ തന്നെ അവര് പറഞ്ഞിരിക്കുന്ന പോളിസീസിലൂടെയും പ്രൊസീജിയേഴ്സിലൂടെയും അവര് പോകുന്നുണ്ടോ? ഇവിടെ എങ്ങനെയാണ് ഓരോ ബിസിനസ്സും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫുകളും കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ടോ? ഇവിടെ എങ്ങനെയാണ് CSSDയിൽ എങ്ങനെയാണ് നടക്കുന്നത് പ്രവർത്തനങ്ങള്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് മലിനമായിട്ടുള്ള ഐറ്റംസ് ആണ്. അത് കൃത്യമായിട്ട് ക്ലീൻ ആക്കി ഡിസിൻഫെക്റ്റ് ആക്കുന്നുണ്ടോ എന്നുള്ളത് ആര് ശ്രദ്ധിക്കണം? HA സ്റ്റാഫുകളെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയും വേണം. It strictly can be attained or maintained. The system has failed എന്നല്ല നിങ്ങളുടെ PDF കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ എങ്ങനെയാണ്? ഫെയിൽഡ് എന്നല്ലേ? ഇവിടെ സ്ക്രീനിൽ തെറ്റുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഫെയിൽഡ് എന്നാക്കാട്ടോ, ഫെയിൽഡ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് എന്താണ് അണുനശീകരണം, ഓരോ ഐറ്റത്തിനും അണുനശീകരണം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ സിസ്റ്റം അവിടെ ഫെയിൽഡ് ആയിട്ട് പോകും അല്ലെ. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ചിലപ്പോൾ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് കറക്റ്റ് ആയിട്ട് അണുനശീകരണം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ വർക്ക് ചെയ്യുന്നവർക്കായാലും എന്താണ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ടത് ഫോളോ ചെയ്യണം. അണുനശീകരണം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഫെയിൽഡ് ആകും. ഇനി നോക്കാം. Decontaminating, terminate sterilization and cleaning or reusable items of disposable items. നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഡിസ്പോസിബിൾ ഐറ്റംസ് നമ്മൾ വളഞ്ഞതോ ഒടിഞ്ഞതോ അല്ലെങ്കിൽ വർക്ക് പൊട്ടിയതോ ഒക്കെ ഉണ്ടെങ്കിലുള്ള ഐറ്റംസ് നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കളയും. അങ്ങനെ ഡിസ്പോസൽ ചെയ്ത് കളയുമ്പോൾ എന്താണ് അതിനകത്ത് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കണം. സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ഐറ്റംസ്, അണുവിമുക്തമാക്കാനായിട്ട് ഡീകണ്ടാമിനേഷൻ ആക്കാനായിട്ട് കൊണ്ടുവരുന്ന ഐറ്റംസിൽ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഇപ്പോ റീയൂസബിൾ ഐറ്റംസിന് എന്തൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റും? നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് റീയൂസബിൾ ഐറ്റംസ് എന്ന് പറയുന്നത് അല്ലെ. പ്ലാസ്റ്റിക് ഐറ്റംസ്,
അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഐറ്റംസ് അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ കാർഡ്ബോർഡുകൾ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് നമുക്ക് എന്താണ് ഈ എന്താണ് റീയൂസബിൾ ഐറ്റംസ് ആണ്. അപ്പൊ ഇവിടെ കൊണ്ടുവരുന്ന പല ചിലപ്പോ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വീണ്ടും റീയൂസബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ റീയൂസബിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. ഐറ്റംസ് കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യണം. അതുപോലെ ലേബിള്, നമ്മൾ ലേബലിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. എന്താണ്, പാക്കിംഗ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ലോഡ് ചെയ്ത് വെക്കും അല്ലെ ചേമ്പറിൽ. ഇനി അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ആ പ്രോസസ്സ് കഴിയുമ്പോൾ അൺലോഡ് ചെയ്യും, അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിനെയാണ് അൺലോഡിങ് എന്ന് പറയുന്നത്. കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മള് എന്തിലാ പഠിച്ചത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിലൊക്കെ പഠിച്ചില്ലേ, ലോഡിങ് ആൻഡ് അൺലോഡിങ്. ഓർക്കുന്നുണ്ടോ ഇല്ലയോ? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ലോഡിങ് ചെയ്യുമ്പോഴും അൺലോഡിങ് ചെയ്യുമ്പോഴും സ്റ്റെറിലൈസറിൽ നിന്ന് ആ ചേമ്പറിൽ നിന്ന് ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ആണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. ഓപ്പറേറ്റിംഗ് സ്റ്റെറിലൈസർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈം നോക്കണം അല്ലെ. ഓരോ ഓട്ടോക്ലേവിനാണെങ്കിൽ എന്താണ്, എത്ര മിനിറ്റ്സ് ആണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? എത്ര മിനിറ്റ്സ് ആണ് ഓട്ടോക്ലേവ് ആണെങ്കിൽ? 20 മിനിറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റെറിലൈസേഷന് എത്ര അവേഴ്സ് എടുക്കുന്നുണ്ട്? എത്ര അവേഴ്സ് ആണ്? 8 to 12 അവേഴ്സ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അത് മെഷീൻസ് കൃത്യമായിട്ടാണോ പ്രോസസ്സിംഗ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. നമ്മൾ എന്താണ്, ഇപ്പൊ ഓട്ടോക്ലേവിനാണെങ്കിൽ 15 പ്രഷർ കൊടുക്കുന്നു. അതുപോലെ 20 മിനിറ്റ്സ് ആണ് അതിന്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 121 സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് അത് നമ്മൾ ആ പ്രോസസ്സിംഗ് നടക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തതുപോലെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, റെക്കോർഡിങ് കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത് അവര്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അവര് പറഞ്ഞിരിക്കുന്ന പോലെയാണോ അവര് ചെയ്യുന്നത്, ആ സ്റ്റാഫുകൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടേതാണ്. Adhering to safety measures and preventive maintenance protocol. ഇനി അതുപോലെ തന്നെ എന്താണ് സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷാ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ പ്രതിരോധാത്മകമായിട്ടുള്ള പരിശീലന പ്രോട്ടോകോളും കൃത്യമായിട്ട് അവർ പിന്തുടരുന്നുണ്ടോ, അവർ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ആണോ എടുക്കുന്നത്, അതുപോലെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ടോ എന്നുള്ളതും നോക്കേണ്ടത് ആരാണ്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അഡ്ഹറിംഗ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. ഇനി അതുപോലെ തന്നെ സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. ഈ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ക്ലീൻ ഏരിയയിലാണോ, അല്ലെങ്കിൽ എന്താണ് വീണ്ടും ആ ഐറ്റംസ് മലിനമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലേ അല്ലെ. മലിനമായിട്ടുള്ള ഏരിയയിലാണോ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മലിനമായിട്ടുള്ള ഏരിയയിൽ വെക്കുമ്പോൾ വീണ്ടും ആ ഐറ്റംസ് എന്താണ്, അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ എപ്പോഴും അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസുകൾ ക്ലീനിങ് ഏരിയയിലാണോ, ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലാണോ വെച്ചിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തണം. അത് കൃത്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. നമ്മൾ എന്താണ് ഇപ്പോ റെഡി ഫോർ യൂസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്താണ് കറക്റ്റ് ആയിട്ട് അത് യൂസിന് വേണ്ടി വെച്ചിരിക്കുന്ന ഐറ്റംസ് സ്റ്റെറൈൽ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അണുവിമുക്തമാക്കിയിട്ടുണ്ടാവും. അതെന്താണ് ഇനി പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആയിരിക്കും അല്ലെ. അത് നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ ഉത്തരവാദിത്തമാണ്. ലാസ്റ്റ് വൺ നോക്കാം. മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. അപ്പോ ഇതിൽ പറയുന്നത് സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള ഏരിയയിലേക്ക് മാത്രമേ കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നശീകരണം വരുത്തിയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഇങ്ങനെയുള്ള ഐറ്റംസ് വെക്കാനായിട്ട് പാടുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ
ഏരിയയുടേതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റെസ്പോൺസിബിലിറ്റി, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSD മാനേജർ ഇൻചാർജ്. നമുക്കറിയാം ആ ഓർഗാനോഗ്രാം പഠിച്ചപ്പോ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ആരാണ്? ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത് മാനേജർ ആണ് അല്ലെ, CSD മാനേജർ ഇൻചാർജർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഓവർഓൾ സൂപ്പർവിഷൻ ഓഫ് ദി CSD. എന്താണ് നമുക്കറിയാം, ഓവറോൾ ആയിട്ടുള്ള മേൽനോട്ടം ആര് വഹിക്കണം? CSD ഡിപ്പാർട്ട്മെന്റിന്റെ ഓവറോൾ ആയിട്ടുള്ള മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? മാനേജർ ആണ്. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് അല്ലെ, ടൈമിംഗ് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഓട്ടോക്ലേവ് ആണെങ്കിൽ 20 മിനിറ്റ്സ്, അതുപോലെ അതിന് 15 പ്രഷർ കൊടുത്ത് 121 സെന്റിഗ്രേഡിലെ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആര് നോക്കണം? ഈ മാനേജർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പറയുന്നത് സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടതും, അതുപോലെ അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യേണ്ടതും ട്രെയിനിങ് കൊടുക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഇൻചാർജിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി എന്താണ്? ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്. എന്താണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല്? അറിയോ എന്താണെന്നുള്ളത്? ഡ്യൂട്ടി റോസ്റ്റർ എന്തായിരിക്കാം? ഡ്യൂട്ടി റോസ്റ്റർ അതിന്റെ മീനിങ് എന്താണെന്നറിയോ? മിസ്സോർണോ? ടൈം ടേബിൾ. ഓക്കെ, ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല് ഡ്യൂട്ടി അവരുടെ ഷിഫ്റ്റിംഗ് ടൈം ഉണ്ടാവുമല്ലോ ഇല്ലേ? ഓരോ ഡ്യൂട്ടി നമുക്കറിയാം, ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓരോ ഷിഫ്റ്റിംഗ് ടൈം ഉണ്ടാവും അല്ലെ? അപ്പോ ആ ഷിഫ്റ്റിംഗ് ടൈമിനെയാണ് നമ്മൾ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുകയും വേണം. ഇനി അതുപോലെ തന്നെ എന്താണ്? അലോട്ടിംഗ് റിസോഴ്സസ് എന്ന് പറഞ്ഞാല് വിഭവങ്ങൾ. വിഭവങ്ങൾ എന്തൊക്കെയാകാം? വിഭവങ്ങള്, മിഷൻസ്, എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ സ്റ്റാഫുകൾ, ഇവരെയൊക്കെ അനുവദിച്ചു കൊടുക്കുക. ഓക്കെ, ജോലി ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മിഷൻസ് ആവാം, അതുപോലെ പല എക്യുപ്മെന്റ്സ് ആവാം, അതുപോലെ കൂടുതൽ സ്റ്റാഫുകൾ വേണമെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യണം? അനുവദിച്ചു കൊടുക്കണം. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. ഇവിടെ പറയുന്നത് സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ച്
സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. അതുപോലെ പറയാം, സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ചുകൊണ്ട് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഓക്കെ, കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ വസ്തുക്കള്. അപ്പോ കൺസ്യൂമബിൾസിന്റെയും അതുപോലെ തന്നെ അവിടെയുള്ള സപ്ലൈസിന്റെയും ഇൻവെന്ററി എന്താണ്? വിവരപ്പട്ടിക മാനേജ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് CSD മാനേജർ ഓർ ഇൻചാർജിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിക്സ്ത് പോയിന്റിൽ പറയുന്നത് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളുടെ എണ്ണം കുറച്ച് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കുറെ നേരം തുടർന്നുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? നമുക്ക് അതിനകത്ത് കോസ്റ്റ് വരും അല്ലെ? അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും അതിന്റെ പെർഫോം ചെയ്യുന്ന ആ നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണങ്ങൾ കുറച്ചിട്ട് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് കൺട്രോൾ ആണ്. അപ്പൊ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കാം. Yes. Okay, our responsibilities. Okay, ഇനി നെക്സ്റ്റ് ആണ്. അപ്പൊ CSD ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഇത് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ് ചാപ്റ്റർ 6. ഓക്കെ, ചാപ്റ്റർ എടുത്തോ. എന്താണ് റേഡിയോളജി എന്ന് പറയുമ്പോ? അറിയാൻ പറ്റുമല്ലോ. റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? എക്സ്റേ സ്കാൻ ഒക്കെ ചെയ്യുന്നത് അല്ലെ? നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും അല്ലെ? സ്കാൻ, എക്സ്റേ ഒക്കെ. ഓക്കെ, ചെയ്യാത്തവരുണ്ടോ? അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് കാണാത്തവരുണ്ടോ? ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഇല്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ്. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. Radiology department is an essential part of any hospital. നമുക്കറിയാം, ഓരോ ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോ പേഷ്യന്റിനെ എന്ത് ചെയ്യണം? സ്കാൻ ചെയ്യേണ്ട ആവശ്യം വേണ്ടി വരും. അതുപോലെ തന്നെ
എന്താണ് പല രോഗങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിനാണെങ്കിൽ ഇപ്പൊ വയറുവേദനയായിട്ട് വരുമ്പോൾ എന്താണ് ഡോക്ടർ പറയുമല്ലോ സ്കാൻ ചെയ്യാനായിട്ട്. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്തെന്ന് പറയുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Radiology is regarded as branches of medicine that deals with the radiant energy in the diagnosis and treatment of diseases by using imaging technologies. ഇവിടെ പറയുന്നത് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ആണ് അല്ലെ. വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖ തന്നെയാണ് റേഡിയോളജി എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ് വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. അതിൽ നടക്കുന്ന പ്രോസസ്സിങ് എങ്ങനെയാണ് റേഡിയന്റ് എനർജി കടത്തിവിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പല ട്രീറ്റ്മെന്റിന് വേണ്ടതായിട്ടും അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടതായിട്ടുള്ള ഇമേജുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ടെക്നോളജി അതിനെയാണ് നമ്മൾ പറയുന്നത് റേഡിയോളജി എന്ന് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും വയറുവേദന ഞാൻ പറഞ്ഞില്ലേ വയറുവേദനയായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദനയായിട്ട് വന്നാല് ഡോക്ടർ പറയുന്നത് MRI എടുക്കാൻ CT സ്കാൻ എടുക്കാൻ പറയും അല്ലെ. എന്തുകൊണ്ടാണ് അസുഖം വരുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള റേഡിയന്റ് എനർജി കടത്തിവിട്ടുകൊണ്ട് രോഗനിർണയത്തിനും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമേജിംഗ് ടെക്നോളജി അതിനെയാണ് നമ്മള് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാവാം റേഡിയോളജി ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് പറയാൻ പറ്റും? നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എന്തൊക്കെ സ്കാനുകൾ എടുക്കുന്നത്? ഇമേജിംഗ് ടെക്നോളജീസ് ഇതൊക്കെ ആയിരിക്കാം. USG അതുപോലെ എക്സ്റേ എടുക്കാറുണ്ട്, അൾട്രാസൗണ്ട് എടുക്കാറുണ്ട്, CT സ്കാൻ, MRI അല്ലെ. പലതരത്തിലുള്ള സ്കാനുകൾ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. ഓക്കെ, അതിനെയാണ് നമ്മള് ഇമേജിംഗ് ടെക്നോളജി ടെക്നിക്സ് എന്ന് പറയുന്നത്. നോക്കാം. മെഡിക്കൽ ഇമേജിംഗ് ഈസ് എ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, tissues or organs for use in medical diagnosis, treatment and disease monitoring. അപ്പൊ എന്താണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്? ഒരു മെഡിക്കൽ ഇമേജിംഗ് ആണ് അല്ലെ. മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വലൈസേഷൻ ഓഫ് ഒരു ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെയൊക്കെ ഒരു ദൃശ്യവൽക്കരണമാണ്? ബോഡി പാർട്സിന്റെ. അതുപോലെ തന്നെ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിഷ്യൂസ് കോശങ്ങള് അല്ലെ. അതുപോലെ തന്നെ ഓർഗൻസ് അവയവങ്ങൾ ഫോർ ദ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസസ് മോണിറ്ററിങ്. അപ്പൊ ഇവയുടെയൊക്കെ എന്തെടുക്കുന്നുണ്ട്? ഒരു ദൃശ്യവൽക്കരണം അല്ലെ. ഇമേജുകൾ എടുത്തുകൊണ്ട് എന്താണ് രോഗമെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് സഹായിക്കുന്നത്? ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൂടെ മെഡിക്കൽ ഇമേജിംഗ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗനിർണയങ്ങൾ നടത്തുന്നത്. ഓക്കെ, the term imaging incorporates നാക്കാട്ടോ അവിടെ. ഓക്കെ, composes എന്നല്ല, incorporates of the following. ഓക്കെ, incorporates. അപ്പോ ഫസ്റ്റ് ഇമേജിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്? എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, അതുപോലെ CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട് അല്ലെ. നമുക്ക് ഇതൊക്കെ ഫെമിലിയർ ആയിരിക്കും അല്ലെ. എക്സ്റേ എടുക്കുന്നത്, അതുപോലെ തന്നെ അൾട്രാസൗണ്ട്, ഇനി അതുപോലെ തന്നെ എന്താണ് MRI, CT സ്കാൻ, ഇതൊക്കെയാണ് ഇമേജിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റേ എന്താണെന്ന് നോക്കി. എക്സ്റേ ഈസ് എ റാപ്പിഡ് pain-free procedure that is done to create images of the structures within the body, peculiarly the bones. Okay, അപ്പൊ എന്താണ് എക്സ്റേ എന്ന് പറയുമ്പോ? എക്സ്റേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് അതിന്റെ റിസൾട്ട് കിട്ടാറുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ അധികം അവിടെ ഇരുന്ന് നമ്മളെ മുഷിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അധികം വൈകിപ്പിക്കാതെ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. അതാണ് പറയുന്നത് റാപ്പിഡ് ആണ്, പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു.
അതുപോലെ തന്നെ എന്താണ് പെയിൻ ഫ്രീ പ്രൊസീജിയേഴ്സ്. പെയിൻ ഫ്രീ പ്രൊസീജിയർ അല്ലേ? നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടാണോ എക്സ്റേ എടുക്കുന്നത്? ആണോ? എന്താണ് പെയിൻ ഫ്രീ പ്രൊസീജിയേഴ്സ്? വേദനിപ്പിച്ചുകൊണ്ടാണോ? ഇല്ല, വേദന ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റേ എടുക്കുന്നത് അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ അപ്പോ എക്സ്റേ എന്ന് പറഞ്ഞാല് റാപ്പിഡ് റിസൾട്ട് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്താണ് പെക്യുലർലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെക്യുലർലി എന്താണ് പെക്യുലർലി എന്ന് പറഞ്ഞാല്? പെക്യുലർലിയുടെ മീനിങ് എന്താ? എന്തായിരിക്കും? പെക്യുലർലി എന്ന് പറഞ്ഞാല് പ്രത്യേകമായിട്ട് എന്തിനാണ് എടുക്കുന്നത്? എക്സ്റേ ബോൺസിനാണ് എടുക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ വരാം, എന്താണ് പ്രത്യേകമായിട്ട് ബോൺസിന് എടുക്കുന്ന ഇമേജിംഗ് ടെക്നിക്സ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? എക്സ്റേ ആണ്. അപ്പൊ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റാപ്പിഡ് റിസൾട്ട് കിട്ടുന്നുണ്ട്, പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. വേദനിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ എക്സ്റേ എടുപ്പിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പ്രത്യേകമായിട്ട് ബോൺസിനാണ് എക്സ്റേ എടുക്കുന്നത് അല്ലെ? എല്ല് പൊട്ടലോ എല്ല് ചതയലോ എന്തെങ്കിലും ഫ്രാക്ചർ ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? എക്സ്റേ എടുത്തു വരാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നു അല്ലെ? ഓക്കെ, അപ്പൊ പ്രത്യേകമായിട്ട് ബോൺസിനാണ് എക്സ്റേ എടുക്കുന്നത്. ക്ലിയർ ആയോ എക്സ്റേ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? അൾട്രാസൗണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് make images of soft tissues and internal organs. ഇനി അൾട്രാസൗണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാല് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെയും ഇമേജുകൾ എടുക്കുന്നു. അതിനെയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് ചെയ്തവരുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? മെയിൻ ആയിട്ടും എന്താണ്? പ്രഗ്നന്റ് ഒക്കെ ആകുമ്പോ കുഞ്ഞിന്റെ വളർച്ച അറിയാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഡോക്ടേഴ്സ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ടൈമിൽ എങ്ങനെയാണ് നമ്മളുടെ എന്താണ് അബോർഷന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജെല്ല് പുരട്ടും. എന്നിട്ട് എന്താണ് അവിടെ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രസ് ചെയ്യുമ്പോഴാണ് കുഞ്ഞിന്റെ അനക്കം, അതുപോലെ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ്, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ഇത് നോക്കി, അടുത്ത സെന്റൻസ് നോക്കാം. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ, വേദനിപ്പിച്ചുകൊണ്ടല്ല എന്ത് ചെയ്യുന്നത്? അവര് ആ പ്രോസസ്സിംഗ് ചെയ്യുന്നത് അല്ലെ? അതാണ് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സേഫ് ആണ്. സേഫ് ടു ഒബ്സർവ് ഫീറ്റേഴ്സ് അല്ലെ? ഭ്രൂണത്തിനെ അല്ലെ? കുഞ്ഞ് എന്താണ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കാൻ ഉണ്ടാവും അല്ലെ? അപ്പൊ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? ഭ്രൂണത്തിന്റെ വളർച്ച. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രാൻസ്ഡ്യൂസർ കേസ്. ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാല് ആ അൾട്രാസൗണ്ട് മെഷീനെ പറയുന്നതാണ് ട്രാൻസ്ഡ്യൂസർ കേസ്. ഓവർ സ്കിൻ വിത്ത് കണ്ടക്റ്റിംഗ് ജെല്ല്. എന്താണ്? ജെല്ല് പുരട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ നമ്മുടെ സ്കിന്നില് ആ ട്രാൻസ്ഡ്യൂസർ കേസ്, അൾട്രാസൗണ്ട് എടുക്കുന്ന മെഷീൻ, അൾട്രാസൗണ്ട് ചെയ്യുന്ന മെഷീനാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാല്. അത് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനില് കുഞ്ഞിന്റെ ചിത്രം കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ് ടിഷ്യൂസിന്റെയും അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിന്റെയും ഇമേജുകൾ എടുക്കുന്നു. ഇനി അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് നോൺ ഇൻവാസീവ് ആണ്. വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടോ അല്ല എന്ത് ചെയ്യുന്നത്? ഈ പ്രൊസീജിയർ ചെയ്യുന്നത്.
അതുപോലെ ഇതൊരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. കുഞ്ഞിന്റെ വളർച്ച അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, ഫീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രൂണം, അതിന്റെ വളർച്ച അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ചെയ്യുന്ന ആ മെഷീനാണ്. അതെങ്ങനെയാ ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ഒരു കണ്ടക്ടിങ് ജെല്ല്, ആ ജെല്ല് പുരട്ടിയിട്ട് ആ മെഷീൻ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇമേജുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, വായിച്ചു നോക്കി ഇത്രയും വരെ വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ തൊട്ട് എക്സ്റേ, അൾട്രാസൗണ്ട് വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഭ്രൂണം. Fetus means ഭ്രൂണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം, CT സ്കാൻ. A CT scan is in a name of as computer tomography scan. Underline ചെയ്യാം. CT സ്കാനിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. Made of computer processed blend of many X-rays measurements taken from different angles to generate a cross-sectional image of specific areas of the object, allowing a user to see inside the object without cutting. അപ്പൊ ഇവിടെ പറയുന്നത്, നമ്മൾ പറയുന്നു CT സ്കാൻ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. അപ്പൊ CT സ്കാൻ എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റ ആയിരിക്കും. CT സ്കാൻ എക്സ്റേ പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ആദ്യ കാലങ്ങളിലൊക്കെ എക്സ്റേ ആയിരുന്നു ഉണ്ടായിരുന്നത്. CT സ്കാൻ അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ CT സ്കാനിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത് എക്സ്റേ ആയിരുന്നു. എക്സ്റേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വല്ല ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഇതാണ് എക്സ്റേ എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് ബോൺസിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? ഒരു ആംഗിളിൽ നിന്നാണ് ചിത്രം നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യകാലങ്ങളിൽ എക്സ്റേ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അപ്പോ എക്സ്റേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇമേജുകൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ലെവലായിട്ട് മാറി. അതിനുശേഷം വന്നതാണ് CT സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ CT സ്കാൻ എടുത്തവർക്ക് അറിയാൻ പറ്റും എന്താണ്, പല ആംഗിളിൽ നിന്നും, അല്ലെ, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അതില് ഇമേജുകൾ എടുക്കുന്നത്. അപ്പൊ എന്താണ്, പല ആംഗിളുകളിൽ നിന്ന് നമുക്ക് ഇമേജുകൾ കിട്ടും. CT സ്കാൻ ഇമേജ് എടുത്തവരുണ്ടോ? പല ആംഗിളിൽ നിന്നുള്ള ഇമേജസുകൾ അതിനകത്ത് ഉണ്ടാവും. എക്സ്റേ ആണെങ്കിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എക്സ്റേ ആണെങ്കിൽ എന്താണ്, ഒരു ഇമേജ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെ? അപ്പൊ CT സ്കാന്റെ പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് CT സ്കാന്റെ ഇമേജ് എടുക്കുന്നത്. പല ആംഗിളുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജുകൾ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് CT സ്കാൻ വഴി. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നത് നമുക്ക് എന്താണ്, ഇപ്പൊ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എക്സ്റേ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ CT സ്കാൻ എന്ന് പറയുന്നത് എന്താണ്, പല ആംഗിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പല ഇമേജുകൾ, അല്ലെ? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇമേജുകൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ എക്സ്റേ നമുക്ക് അത്രയ്ക്ക് എന്താണ്, കോസ്റ്റ്ലി അല്ല. CT സ്കാനെ അപേക്ഷിച്ച് അത്ര
കോസ്റ്റ്ലി അല്ല ആര് എക്സ്റേ എന്ന് പറയുന്നത്. സി ടി സ്കാൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെ പല ആംഗിളിൽ നിന്ന് ഇമേജുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ, അതാണ് ക്രോസ് സെക്ഷണൽ ഇമേജ് ആണ് നമുക്ക് ഈ സി ടി സ്കാനിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ക്രോസ് സെക്ഷണൽ ഇമേജസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ആദ്യകാലങ്ങളിൽ എക്സ്റേ ആയിരുന്നു ഉണ്ടായിരുന്നത്. എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇമേജുകൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് ടെക്നോളജി ഡെവലപ്പായി സി ടി സ്കാൻ വന്നു. സി ടി സ്കാനിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയാണ്? ക്രോസ് സെക്ഷണൽ ഇമേജ് ആണ്. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇമേജുകൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ സി ടി സ്കാൻ ഇത്തിരി കോസ്റ്റ്ലി ആണ്. എക്സ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സി ടി സ്കാൻ വളരെ കോസ്റ്റ്ലി ആണ്. ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സി ടി സ്കാന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി MRI കൂടി എടുത്തിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. MRI എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താ? MRI മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് ആണോ? MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. കമന്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി സ്പെല്ലിംഗ് അറിയാത്തവരാണെങ്കിൽ അത് നോക്കി എഴുതാം. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. Strong magnetic field and radio waves are used to view structure and create three-dimensional images, show blood clot damage, torn ligaments and tendons, and other soft tissue abnormality. Non-invasive. Okay, non-invasive എന്നല്ലേ കൊടുത്തിരിക്കുന്ന? ക്ലിയർ അല്ലേ? ഇവിടെ സ്ക്രീനിൽ ഇൻവാസീവ് എന്നാണ്, അതാണ് ചോദിച്ചത്. നോൺ ഇൻവാസീവ് എന്നാക്കണം കേട്ടോ. ഇൻവാസീവ് എന്നാണെങ്കിൽ നോൺ ഇൻവാസീവ് എന്നാക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ഓക്കെ, അപ്പോ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് എന്നാണ്. അബ്നോർമാലിറ്റി വരെയുള്ളോ? അബ്നോർമാലിറ്റി, നോൺ ഇൻവാസീവ്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോ. നോൺ ഇൻവാസീവ് NON കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് നോൺ ഇൻവാസീവ്. അൾട്രാസൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ അവിടേക്കും ചേർത്ത് കൊടുക്കാം, നോൺ ഇൻവാസീവ്. അപ്പോ എന്താണ് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് റേഡിയോ വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഇത് ചിത്രങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് MRI എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ നിന്ന് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3-dimensional ഇമേജസ് ആണ്. അണ്ടർലൈൻ ചെയ്യാം, 3-dimensional ഇമേജസ് ആണ് MRIയിലൂടെ ലഭിക്കുന്നത്. ത്രിമാന ചിത്രങ്ങൾ, 3-dimensional ഇമേജസ്. അതുപോലെ തന്നെ MRI എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ക്ലോട്ട് ഡാമേജസ്, രക്തം കട്ടയായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ. അതുപോലെ ടോൺ ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിഗ്മെന്റ്സ് മീൻസ് 2 ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, 2 ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, 2 ബോൺസിനെ തമ്മിൽ, എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇനി ടെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസും ബോൺസും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. മസിൽസും ബോൺസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ അവിടെ എന്തെങ്കിലും ഡാമേജസുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ചീർന്ന്, ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീർന്ന മായ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസ്വാഭാവികത്വം അല്ലെ. ഇപ്പോ നമുക്ക് എന്താണ് ക്യാൻസർ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ നട്ടെല്ല് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, അതിലെ കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങള്, തലച്ചോറിൽ ഉണ്ടാകുന്ന അസുഖങ്ങള്, വയറിന് ഉണ്ടാകുന്ന അസുഖങ്ങള്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MRI എടുക്കുന്നത് ഇല്ലേ.
എന്തൊരു അസുഖത്തിനും അല്ലെ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയും എന്ത് MRI എടുത്തിട്ട് വായോ, എന്നിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ വയറുമായിട്ട് കഠിനമായിട്ടുള്ള വയറുവേദന അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന അസുഖങ്ങള്, അല്ലെങ്കിൽ എന്താണ് തലച്ചോറിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ ക്യാൻസർ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MRI എടുക്കുന്നത്. ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നട്ടലിന്റെ രോഗങ്ങള്, വയറിനുള്ള രോഗങ്ങള്, അങ്ങനെ ഉള്ള സ്പൈനൽ കോഡിന്റെ രോഗങ്ങൾ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് MRI എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആണ് MRI എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. അതുപോലെ 3 ഡയമെൻഷണൽ ഇമേജസ് എന്നും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, അതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അന്നാന്ന് എടുക്കുന്ന പോർഷൻ അന്നാന്ന് തന്നെ പഠിക്കണം കേട്ടോ. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ എളുപ്പമാണ്, തേർഡും ഫോർത്തും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്നാന്ന് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ഞാനിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആർക്കും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി പറഞ്ഞു എന്നിട്ട് ആർക്കും മനസ്സിലായില്ല എന്ന് പറയുമ്പോ എന്തോരം വിഷമം ഉണ്ടാവും ഇല്ലേ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണില്ലേ നിങ്ങള്? ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ഓരോന്നും അറിയാൻ പാടില്ലാത്തത് ചോദിക്കാം. അതുപോലെ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ടീച്ചർ പറയുമ്പോ അവിടെ തന്നെ എഴുതി വെക്കാം. പെട്ടെന്ന് വായിക്കുമ്പോ ക്യാച്ച് ആവും. ഓക്കെ, താങ്ക് യു.